ഹലോ ഗൈസ്, ഇന്ന് ക്രോഷി സ്റ്റിച്ചസിൽ ക്യാറ്റ് കോളറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഈസി പാറ്റേൺ ആണ് കാണിച്ചു തരുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ 3mm ഹുക്കാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പാറ്റേൺ ഞാൻ മുകളിലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് നോക്കി ചെയ്യുക. ആദ്യം തന്നെ സ്ലിപ്പ് നോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സ്ലിപ്പ് നോട്ട് അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിൻ്റെ ബേസിക്കെല്ലാം ഞാൻ വേറെ ചെയ്യാം. ചെറിയ ക്യാറ്റ് ആണെങ്കിൽ 30 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിനേക്കാൾ വലുതാണെങ്കിൽ ഒരു 36-38 സൈസിൽ ആ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 30 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത് റൗണ്ട് 2 ആണ്. അതിനായിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിലോട്ട് എല്ലാത്തിലും ഡബിൾ ക്രോഷി വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ 30 സ്റ്റിച്ചിലും ഡബിൾ ക്രോഷി വീതം ചെയ്ത് കൊടുക്കുക. ആദ്യം യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് ചെയിനിൽ കൂടി ഹുക്കിനെ കടത്തുക, പിന്നെ യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിനെ വലിച്ചെടുക്കുക, പിന്നെ യാൺ ഓവർ ചെയ്യുക, ബാക്കിയുള്ള 2 ലൂപ്പിനെയും വലിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഡബിൾ ക്രോഷി ചെയ്യുക. അപ്പോൾ എല്ലാം കൂടി ചെയ്തെടുക്കുക. അപ്പോൾ അവസാന സ്റ്റിച്ചും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് യാണിനെ കട്ട് ചെയ്യാം. അതൊന്ന് വലിച്ചെടുത്ത ശേഷം അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത യാണാണ് എടുക്കുന്നത്. അപ്പോൾ അതും കൂടി സ്ലിപ്പ് നോട്ട് ഇട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷിയുടെ സ്റ്റിച്ചിലോട്ട് ഹുക്കിനെ കടത്തി കൊടുത്ത് അതിലേക്ക് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. പിന്നെ എക്സ്ട്രാ 2 ചെയിനും കൂടി ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് അതേ സെയിം സ്റ്റിച്ചിലോട്ട് തന്നെ ഒരു ഡബിൾ ക്രോഷിയും കൂടി ചെയ്ത് കൊടുക്കുക. പിന്നെ 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് അതിലും 2 ഡബിൾ ക്രോഷി വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് ഓരോ സ്റ്റിച്ചിലും ഡബിൾ ക്രോഷി 2 വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് റൗണ്ടും കൂടി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ആ യാണിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി തേർഡ് റൗണ്ടാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് വേറെ ഒരു കളറ് യാൺ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു ചെയിനും കൂടി ചെയ്ത് കൊടുക്കാം.
ഇനിയാണ് കുറച്ചൊരു കൺഫ്യൂഷൻ വരുന്ന പാറ്റേൺ. അപ്പോൾ ആദ്യം ഒരു ചെയിൻ ഇട്ട് കൊടുത്ത് ഇനി പോപ്കോണിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റിച്ചിൽ തന്നെ 5 ഡബിൾ ക്രോഷി വീതം ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ തന്നെ 3 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഒരു ചെയിൻ ഫസ്റ്റ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്ത് അതിനുശേഷം 2 സ്റ്റിച്ചും ചെയിൻ സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്ത് അതേ സെയിം സ്റ്റിച്ചിലോട്ട് തന്നെ 5 ഡബിൾ ക്രോഷി വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ 5 ഡബിൾ ക്രോഷി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ആ ലാസ്റ്റത്തെ സ്റ്റിച്ചൊന്ന് വലിച്ചെടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ചെയിനിലോട്ട് ഹുക്കിനെ കടത്തി കൊടുത്ത് അതിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് അതിനെ അങ്ങോട്ട് വലിച്ചെടുക്കാം. അത് കഴിഞ്ഞൊരു 3 ചെയിനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പോപ്കോണിൻ്റെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരു തൂലിപ്പല്ലില്ലേ അതുപോലെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഹുക്കിനെ നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് ഇതേപോലെ സെയിം 5 ഡബിൾ ക്രോഷി വീതം ചെയ്തെടുക്കാം. അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് ആ യാണൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് സ്ട്രാപ്പാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ചെയിൻ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ചിലോട്ട് ഒരു 28 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ചെയ്യാൻ പോകുന്നത് നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യാം. ഇനി ഒരു ഡബിൾ ക്രോഷി 2 ടുഗദറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3 ചെയിൻ സ്കിപ്പ് ചെയ്ത് 4ാമത്തെ ചെയിനിലോട്ട് ഹുക്കിനെ യാൺ ചെയ്ത് ഹുക്കിനെ കടത്തി കൊടുക്കുക. എന്നിട്ട് 2 ലൂപ്പിലൂടെ ഹുക്കിനെ വലിച്ചെടുക്കുക. എന്നിട്ട് യാൺ ചെയ്യുക. വീണ്ടും അതേ സ്റ്റിച്ചിലോട്ട് തന്നെ ഹുക്കിനെ കടത്തി കൊടുക്കുക, യാൺ ചെയ്യുക. വീണ്ടും അങ്ങനെ 5 ഡബിൾ ക്രോഷി 2 ടുഗദർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 5 ഡബിൾ ക്രോഷി 2 ടുഗദർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹുക്കിൽ 5 ലൂപ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനൊന്ന് വലിച്ച് ഇങ്ങനെ ആക്കി കൊടുക്കാം.
ഇനി ചെയ്യാൻ പോകേണ്ടത് 3 ചെയിൻ സ്റ്റിച്ചാണ്. അതിട്ട് കൊടുക്കുക. അതിൽ നിന്ന് 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തെ ചെയിനിലോട്ട് യാൺ ഓവർ ചെയ്ത് ഡബിൾ ക്രോഷി ചെയ്ത് കൊടുക്കുക. അതേപോലെ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുക. 5 ഡബിൾ ക്രോഷി ടുഗദർ ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യാൻ പോകേണ്ടത് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിനൊന്ന് വലിച്ച് പുറത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് ഹുക്കിനെ കടത്തി കൊടുക്കുക. അവിടെ ഒരു ഹോൾ കാണും. അതിലോട്ട് ഹുക്കിനെ കടത്തി കൊടുത്ത് ആ സ്റ്റിച്ചിലോട്ട് കടത്തിയിട്ട് അതിനെ വലിച്ചെടുക്കാം. അപ്പോൾ ഒരു ബോൾ പോലെ ഒരു ഷേപ്പിലായിട്ടാണ് കിട്ടുക. അത് കഴിഞ്ഞ് ഒരു ചെയിൻ സ്റ്റിച്ചിട്ട് യാണൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതേ സെയിം പാറ്റേൺ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്ത് കൊടുക്കുക. 28 ചെയിൻ സ്റ്റിച്ചിട്ട് ഇതുപോലെ തന്നെ 5 ഡബിൾ ക്രോഷി ടുഗദർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഈസി പാറ്റേൺ ആണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.